സാധാരണ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് സാധാരണ മനുഷ്യർ ചെല്ലുന്നത് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് എന്താണ് ആവശ്യം? എന്നാൽ നമ്മുടെ ടോപ്പിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമല്ല, ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യം. അത് ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളവരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ളവരോടോ അല്ല, എല്ലാ കാലത്തുമുള്ള ദൈവത്തിന്റെ ജനത്തോട്, ദൈവമക്കളോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആധാരമായി എടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളാണ്. ഡ്യൂട്ടോണമി ചാപ്റ്റർ 10 വേഴ്സസ് 12 and 13. ആകയാൽ ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് മോശയുടെ പ്രസംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഫെയർവെൽ മെസ്സേജ് എന്ന് പറയാം. തന്റെ ജീവിതാന്ത്യത്തിൽ ദൈവത്തിന്റെ ജനത്തെ, പ്രത്യേകിച്ച് രണ്ടാം തലമുറ എന്ന് പറയാം. ആദ്യത്തെ തലമുറ 40 വർഷം കൊണ്ട് ഏതാണ്ട് മരിച്ച് ഒടുങ്ങി. അതിനുശേഷം പുതിയ തലമുറയാണ് ഇപ്പോൾ തന്റെ പ്രസംഗം കേൾക്കാനായിട്ട് മുന്നിലുള്ളത്. അരാബ എന്ന് പറയുന്ന സ്ഥലത്ത്, ഏതാണ്ട് കനാൻ ദേശത്തിന് അടുത്തുള്ള സ്ഥലം, അരാബയിൽ വെച്ച് നടത്തിയ പ്രസംഗങ്ങളാണ് ആവർത്തന പുസ്തകം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ആവശ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് മോശ പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിച്ചു. 40 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു ജനത എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് ദൈവം വരെ വിളിച്ച് കനാനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 40 വർഷത്തോളായുള്ളൂ. ഈ 40 വർഷം കൊണ്ട് ധാരാളം പരാജയങ്ങളും അത് മാത്രമല്ല ദൈവത്തിന്റെ ശിക്ഷകളും ഒക്കെ ഏറ്റുവാങ്ങി ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച ഒരു ജനതയാണ്. അപ്പൊ ഈ ആവർത്തന പുസ്തകത്തിന്റെ 10 ഈ തൊട്ടുമുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും അവരുടെ ഒരു ചരിത്രം. അവരുടെ ചരിത്രം അങ്ങനെ ഒന്ന് ആവർത്തിക്കുകയാണ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞ ഈ വാക്യത്തിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലെ, ഇപ്പം അവസാനം പറയുന്ന പ്രയോഗം മലയാളത്തിൽ ഇങ്ങനെയാണ്: ഇങ്ങനെ ചെയ്യണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്ന എന്ത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള തുടക്കത്തിൽ ഇങ്ങനെയാണ്: ആകയാൽ എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പരാജയങ്ങളും എല്ലാ വീഴ്ചകളും ദൈവം ക്ഷമിച്ചിട്ട് ഒരു ഫോർഗീവിങ് ഗ്രേസ് അല്ലെങ്കിൽ ഫോർഗീവിങ് ലവ്, അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഈ വാക്യം പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതം എന്തും ആയിക്കോട്ടെ, നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചു കാണും, വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം പല നിലകളിലുള്ള. എന്നാൽ അതൊക്കെ പോട്ടെ, നമ്മൾ പറയില്ലേ, അതൊക്കെ പോട്ടെ, ഇതുവരെയുള്ള എല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഈ വാക്യം ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനുണ്ടായ ഈ റീസെന്റ് പാസ്റ്റിൽ അവർക്കുണ്ടായ എല്ലാ പരാജയങ്ങളും, അവരുടെ എല്ലാ പാപങ്ങളും, എല്ലാ വീഴ്ചകളും കർത്താവ് ക്ഷമിച്ചിട്ട് പറയുകയാണ്: ആകയാൽ ഇസ്രായേലെ, ഇന്ന് മുതൽ നിങ്ങൾ, ഞാൻ ഇതാണ് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഇതാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ നിലയിലാണ് ഈ വാക്യം അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കും ഈ വാക്യം, ഞാൻ ഈ വാക്യം വായിച്ചപ്പം ഇത് ഇസ്രായേലിന് മാത്രം ബാധകമായ കാര്യങ്ങളല്ല. ഏത് കാലത്തുള്ള ദൈവത്തിന്റെ ജനത്തോടും, കാലഘട്ടം വ്യത്യാസമില്ല, സ്ഥലം വ്യത്യാസമില്ല, ഏത് കാലത്തുള്ള എവിടെയുമുള്ള ദൈവത്തിന്റെ ജനത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന, ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഹെഡിങ് അങ്ങനെ ഇട്ടത്: ഏത് കാലത്തുള്ള അല്ലെങ്കിൽ എവിടെയുമുള്ള ദൈവജനത്തോട് ദൈവം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 5 കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ട് വാക്യമാണ്, ഔട്ട്ലൈൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള വാക്യമാണ്. 5 കാര്യങ്ങൾ. അതിന്റെ വേണമെങ്കിൽ രണ്ടായിട്ടുള്ള ഒരു പെയറായിട്ട് തിരിക്കാം. 5 കാര്യങ്ങൾ അക്കൗണ്ട് പറഞ്ഞാൽ: 1, ദൈവത്തെ ഭയപ്പെടണം; 2, ദൈവത്തിന്റെ വഴിയിൽ നടക്കണം; 3, ദൈവത്തെ സ്നേഹിക്കണം; 4, ദൈവത്തെ സേവിക്കണം; 5, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതിനെ ജോഡിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പെയറായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. 1, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും വേണം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കണം എന്ന് പറയാം. രണ്ടാമത്തെ പേർ എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും വേണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും വേണം. മൂന്നാമത്തെ പേർ എന്നത് ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നിയമങ്ങളും അനുസരിച്ച് നടക്കണം.
ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന 5 കാര്യങ്ങൾ. അത് 3 പേരായിട്ട് അതിൽ അവസാനത്തേതില് ദൈവത്തിന്റെ നിയമങ്ങൾ, അതുപോലെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ഗോഡ്സ് കമാൻഡ്മെന്റ്സ് ആൻഡ് പെർസെപ്റ്റ്സ്, അല്ലെങ്കിൽ ബൈബിളിലൊക്കെ ഡിക്രീസ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ലോസ് എന്നൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ മാനിച്ച് നടക്കുന്ന. നമുക്ക് ഓരോന്നായിട്ടൊന്ന്, വളരെ ചുരുക്കം സമയമുള്ളല്ലോ, അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കാര്യം, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കാര്യം, ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം എന്താ നമുക്ക് പൊതുവിൽ അറിയാം. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അഫ്രൈഡ് ഓഫ് ഗോഡ് എന്നല്ല, വാസ്തവത്തിൽ റെവറൻഷ്യൽ ഫിയർ ആണ്. ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഭയമാണ് ദൈവത്തോടുള്ള ബഹുമാനം. ആ വാക്കിന്റെയൊക്കെ മൂലഭാഷ വെച്ച് നമുക്കറിയാം, നമ്മൾ ഈ എന്താണ് വലിയ ബഹുമാനമുള്ള റൂമിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ആശയമാണ്. നല്ല ഒരു ഓ എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ദൈവം എന്തുമാത്രം വലിയവനാണ്, ദൈവം എന്തുമാത്രം അങ്ങനെ ബഹുമാന്യനാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ദൈവത്തോട് തോന്നുന്ന ആദരവോട് കൂടിയൊരു ഭയമാണ് ശരിക്കും ദൈവഭയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന് നമ്മൾ സാധാരണ ഭയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആശയം ഇതിനകത്തുണ്ട്, ദൈവത്തെ പേടിക്കണം, അഫ്രൈഡ്. ആ ആശയം ഇതിനകത്ത് ഒരു സെക്കൻഡറി മീനിങ് ആയിട്ട് തീർച്ചയായിട്ടുണ്ട്. കാരണം ബൈബിൾ ദൈവത്തെ ഭയപ്പെടണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ പരിശോധിച്ചാൽ ആ ഒരു ഷെയ്ഡ് ഓഫ് മീനിങ്ങും നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തോട് ബഹുമാനപരമായിരിക്കുന്ന ഒരു ഭയം നമുക്ക് വേണം. മാത്രമല്ല എൻ്റെ ഒരു ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, പാപം ചെയ്യാൻ പേടിക്കണം. അധാർമികമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം. അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞ് ഇങ്ങനെ പറയാം, പ്രോംപ്റ്റിംഗ് ടു വാക്ക് ഓൾ ദ വേസ് ഓഫ് ദ ഗോഡ് ആൻഡ് ടു മെയിൻറ്റെയിൻ മൊറാലിറ്റി ഓഫ് കോണ്ടക്ട് ഇൻ ദിസ് സ്ട്രിക്റ്റ് ഫോം. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന പ്രമാണങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളിലൊക്കെ നടക്കത്തക്ക നിലയിൽ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്ന, നമ്മളെ സജ്ജരാക്കുന്ന കാര്യമാണ് ഈ ദൈവത്തിന്റെ ഭയം. എനിക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ആരും കണ്ടില്ലേലും ദൈവം എന്നെ കാണും, ആരും കേട്ടില്ലേലും ദൈവം എന്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഒരു ബോധത്തിൽ നിന്നുളവാകുന്ന ഒരു പേടിയും നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും ആവശ്യമാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ദൈവഭയം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ മിക്കവാറും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ക്രമീകരിക്കാൻ ആ ദൈവഭയം അവനെ സഹായിക്കും. നമുക്കറിയാം, കാലം മുന്നോട്ട് പോകുന്നവർ സംഭവിക്കുന്ന ഒരു കാര്യം, മനുഷ്യർക്ക് ദൈവത്തിന്റെ ഭയം കുറഞ്ഞു പോകുന്നു. ദൈവത്തെ നിഷേധിക്കുന്നത് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള പേടി, ദൈവവിശ്വാസമുള്ള പോലും കുറഞ്ഞു പോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള കൽപ്പന, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആവശ്യം ഇന്നും വളരെ പ്രസക്തമായിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായ ആളുകളായിരിക്കും, ബൈബിളിനോടും ദൈവത്തോടൊക്കെ വളരെ പരിചയമുള്ളവർ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ദൈവഭയം നമ്മളിൽ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു നല്ല ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാൻ പറ്റുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദ് അങ്ങനെ പെട്ടകം, ഫെലിസ്തര് കൊണ്ടുപോയ പെട്ടകം യഥാസ്ഥാനപ്പെടുത്താനായിട്ടുള്ള തന്റെ ശ്രമത്തിന്റെ ഭാഗമായി വളരെ ഉത്സാഹത്തോടെ പുതിയ വണ്ടി ഉണ്ടാക്കി, കാളയൊക്കെ വെച്ച് അതിന്റെ വണ്ടിയിൽ വെച്ച് ആ പെട്ടകം അങ്ങനെ കൊണ്ടുവന്നു. തന്റെ വിശ്വസ്തനായിരുന്ന ഉസ എന്ന് പറഞ്ഞ വ്യക്തി ആണ് വണ്ടി തെളിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് കാള വിരണ്ടു, വണ്ടി മറിയാൻ തുടങ്ങി, പെട്ടകം ചെരിഞ്ഞു. അവിടെ ഒരു വാക്കുണ്ട്, അവിവേകം, ഉസ അവിവേകത്തോടെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്തായാലും പെട്ടെന്ന് ഒരുപക്ഷെ പെട്ടകം മറിയാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഉദ്ദേശമായിരുന്നായിരിക്കും, ആ പെട്ടകത്തെ കയറി പിടിച്ചു ഉസ മരിച്ചുപോയി. അതിനുശേഷം താഴേക്ക് പറയുമ്പോൾ ഒരു വാക്യമുണ്ട്, അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. ദാവീദിന് ദൈവത്തിന് നന്നായിട്ട് നല്ല പരിചയമാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന് ദൈവം പറഞ്ഞൊരു വ്യക്തിയാണ്. മാത്രമല്ല ദൈവത്തോട് വളരെ അടുത്ത ബന്ധമുള്ള, വളരെ ഇന്റിമേറ്റ് ആയിരിക്കുന്ന ബന്ധമുള്ള വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ആ സംഭവത്തിന്റെ സമയത്ത് പറയണം, അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. ഇങ്ങനെ അല്ലെ, തന്നോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു സ്നേഹിതനെ പോലെ ഇടപെടുന്ന ആ ദൈവത്തെക്കുറിച്ച് അന്നാണ് തനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ ദൈവത്തെ നമ്മൾ പേടിക്കണം, അല്ലെങ്കിൽ ശരിക്കും ഭയപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു ചിന്ത തൻ്റെ ഉള്ളിൽ ശക്തമായി വീണത് അങ്ങനെയാണ്. അതിനുശേഷം അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ വെച്ചിട്ട് പോയ ആ പെട്ടകം വീണ്ടും കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ നിയമപെട്ടകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ പ്രകാരം തന്നെ, അത് വണ്ടിയിലല്ല കൊണ്ടുപോകേണ്ടത്, പുരോഹിതന്മാർ ചുമന്നാണ് അതിന്റെ ക്രമമൊക്കെ കൃത്യം പറയുന്നുണ്ട്. ആ ക്രമവും ആ രീതിയും പിന്തുടർന്ന് താൻ പിന്നീട് ആദ്യത്തെ സമയത്ത് താൻ വിചാരിച്ചത് ദൈവത്തിന്റെ പെട്ടകമല്ല, ദൈവം നമുക്ക് ഇത് നല്ല ബന്ധമാണ്, പിന്നെ ഈ നൃത്തം ചെയ്ത് പാട്ടും താളവും പുതിയ വണ്ടിയൊക്കെ ആകുമ്പോൾ ദൈവത്തിനൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ
അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ എത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നവനല്ല ദൈവം എന്നുള്ളൊരു ബോധം ദാവീദിന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഒരുപക്ഷെ ആ സംഭവത്തോടു കൂടിയാണ്. അതിനുശേഷം പിന്നീട് തന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അതിരിയായിത്തീർന്നു. നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് കൂടുതൽ അറിയണം. അറിയുന്തോറും ദൈവത്തോട് ബഹുമാനപരമായിരുന്ന ഭയം ഉണ്ടാവണം. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പേടി, പാപം ചെയ്യാനൊരു പേടി തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. രണ്ടാമത് അതിനോട് ചേർന്ന് തന്നെ പറയാം, നമ്മൾ ഫെയർ ആയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്: ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും വേണം. അവിടെ എല്ലാ വഴികളിൽ നിന്നൊരു പ്രയോഗമുണ്ട്. എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മേഖലകളിലാകാം, പേഴ്സണൽ ലൈഫ് ആകാം, നമ്മുടെ ഔദ്യോഗിക ജീവിതമാകാം, നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയിലാകാം. എല്ലാ വഴികളിലും ദൈവത്തിന്റെ വഴികളിൽ, ദൈവത്തിന്റെ എല്ലാ വഴികളിലും നടക്കും. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ദൈവം വരണം എന്നാണ്. നമ്മുടെ പിന്നാലെ ദൈവം നമ്മളെ സംരക്ഷിക്കാനും അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് വരണം എന്നാണ്. എന്നാൽ ബൈബിൾ നോക്കി നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കുന്നു, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനെ അനുഗ്രഹിക്കുന്നതൊക്കെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 128-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മിക്കവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, മനുഷ്യൻ ഭാഗ്യവാൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴി. പൊതുവിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോകത്തിന്റെ രണ്ട് വഴികളുണ്ട്. ഒന്ന് ദൈവത്തിന്റെ വഴി, പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വഴി. അതിന് വേണമെങ്കിൽ തരംതിരിക്കാൻ കേട്ടോ, ലോകത്തിന്റെ വഴി എന്നൊക്കെ തിരിച്ചെങ്കിലും രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് നമ്മുടെ ഒരു വഴി, അല്ലെങ്കിൽ മറ്റൊന്ന് ദൈവത്തിന്റെ വഴി. ഇവിടെ പറയുന്നത് നാം ദൈവത്തിന്റെ എല്ലാ വഴികളിലും നടക്കണം. അത് ദൈവം ആവശ്യപ്പെടുന്ന, നമ്മൾ നിന്നും റിക്വയർ ചെയ്യുന്ന, ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാല് മത്തായി സുവിശേഷത്തിൽ രണ്ട് വഴികളെ കുറിച്ച് പറഞ്ഞു. സാധാരണ സുവിശേഷം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമാണ്, പക്ഷെ ആ വാക്യം നമുക്കും ബാധകമായ വാക്യമാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. ആ വാക്യപ്രകാരമാണ്: ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കും, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. അപ്പം രണ്ട് വഴികളാണ്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, അത് വിശാലമാണ്, അതിൽ യാതൊരു തടസ്സങ്ങളില്ല. നമുക്ക് നല്ല എന്താണ്, പുതിയ റോഡുകളൊക്കെ പോലെ എന്താണ്, യാതൊരു തടസ്സമില്ല, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു തടസ്സവും വരാത്തതിലാണ് റോഡിന്റെ ഒക്കെ ക്രമീകരണം. നമുക്കറിയാം, ഒരു സിഗ്നൽ പോലും പരമാവധി കുറയ്ക്കുന്നില്ല എന്ന് പറയുന്ന പോലെ നാശത്തിലേക്കുള്ള വഴി അങ്ങനെയാണ്, ഒരു തടസ്സങ്ങളും ഇല്ല, വളരെ വിശാലവുമാണ്. ഇഷ്ടം പോലെ അതിലെ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വഴിയുടെ പ്രത്യേകത ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടുക്കവും ഞെരുക്കവും തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം: ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് പെർസീവർ ത്രൂ എവറി ഒബ്സ്റ്റക്കിൾ ആസ് വി വാക്ക് വിത്ത് ഹിം. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന സകല തടസ്സങ്ങളും സകല പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് അതിൽ തന്നെ തുടരണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നവും ഉണ്ടാവില്ലെന്നല്ല. ദൈവത്തോടു കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ആ വഴിയെക്കുറിച്ച് വായിച്ച് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. ആ വഴിയിലൂടെ നടക്കണം. അതിനർത്ഥം ആ വഴിയിലൂടെ നടക്കുമ്പോൾ ഇടുക്കവും ഞെരുക്കവും വരുമ്പോഴും ആര് കൂടെയുണ്ട്? ദൈവം നമ്മുടെ തീർച്ചയായിട്ടും കൂടെയുണ്ട്. ഞെരുക്കവും ഇടുക്കവും നമ്മൾ സഹിക്കേണ്ട വന്നാലും തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ 128 പറഞ്ഞ എന്താണ്? അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, ബ്ലസ്സഡ് ബൈ ഗോഡ്, അല്ലെങ്കിൽ ഹാപ്പി, അവൻ സന്തോഷമുള്ളവനാകും, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കണം എന്നാണ്. നമുക്കറിയാം, നമുക്ക് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നിങ്ങൾ തന്നെ എന്താണ്, പല സ്ഥലങ്ങളിലാണ്, എവിടെയായിരുന്നാലും ദൈവത്തിന്റെ വഴികളിൽ നടക്കണം എന്ന ദൈവമക്കളായ നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. അതിനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് മരണം വരെ ദൈവത്തിന്റെ വഴികളിൽ നടക്കണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയാം, ദൈവത്തോടു കൂടെ, വേറൊരു യാവാണെങ്കിലും ദൈവത്തോടു കൂടെ നടന്നു 300 സംവത്സരം. നമുക്ക് മൊത്തമുള്ള ആയുസ് കൂട്ടിയാലും അത്രയില്ല, 300 ഇല്ല അല്ലെ? ഇനിയിപ്പം ഇതുവരെ കഴിഞ്ഞു പോയത് വിട്ടേക്ക്, അപ്പൊ ഇതുവരെയുള്ള എല്ലാം വിട്ടേക്ക്, ഇനിയുള്ള എത്രയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം വർഷങ്ങളേ ഉള്ളൂ. അപ്പൊ ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വഴികളിൽ ഒരു മനുഷ്യൻ നടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതിന് പല ഉദാഹരണം ബൈബിളിൽ ഉണ്ട്. അതിലൊന്നാണ് ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ. 300 കൊല്ലം ദൈവത്തോടു കൂടെ
നടന്നു. തനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും താൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവ വഴിയിൽ നടന്നു. മൂന്നാമത് ഈ വാക്യത്തിൽ പറയുന്ന അടുത്ത കാര്യം, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കണം. ജോഡിയായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും വേണം. അല്ല, ആദ്യത്തെ എടുക്കണം. ഓക്കെ, ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അല്ലെ? ദൈവത്തോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ഈ വാക്യത്തിൽ പറയുന്നത് കുറച്ചുകൂടെ ആഴത്തിലാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിന്റെ കൽപ്പന തന്നെ ഈ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്ന് വിശദമാക്കാൻ, വ്യക്തമാക്കാൻ കർത്താവ് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 12:30 വാക്യം, ഈ വാക്യത്തിന്റെ തന്നെ ഒരു കുറച്ചുകൂടെ വിശദീകരണം എന്ന് പറയാനുള്ളൂ. മർക്കോസ് 12:30 ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടു വാക്കോടെ ആഡ് ചെയ്തു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും മനസ്സോ അല്ലെങ്കിൽ വേണ്ട ശരീരമോ നമ്മുടെ ആത്മാവ് ഒന്നും ഡിവൈഡ് ചെയ്തല്ല. അല്ലേ, നമ്മൾ ഒരു പാട്ട്, പഴയൊരു പാട്ടല്ലേ, പൂർണ്ണ ഹൃദയ സേവ വേണം എന്ന് പറയുന്ന വാക്കാണ് പൂർണ്ണ ഹൃദയം. ഹോൾ ഹാർട്ടഡ്ലി, മുഴുവൻ ഹൃദയവും മുഴുവൻ ആത്മാവും മുഴുവൻ മനസ്സും. നമുക്ക് മനസ്സില്ലാ മനസ്സോടെ ഒക്കെ അല്ലെ, പകുതി മനസ്സോടെ അല്ലെ, കുറച്ച് സ്നേഹം. ചിലരോട് ഇച്ചിരി സ്നേഹം ഇച്ചിരി കൂടുതൽ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന പറയുമ്പോൾ പുതിയത്തിന്റെ ഭാഷയെ പറഞ്ഞെങ്കിലും എല്ലാറ്റിനും അധികമായി, എല്ലാറ്റിനും ഉപരിയായി, എല്ലാവരേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. ദൈവത്തോട് നമുക്കെല്ലാം സ്നേഹമുണ്ട്, കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ദൈവത്തോട് സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഈ വാക്യത്തിന്റെ ഊന്നൽ എന്ന് പറയുമ്പം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ശക്തമായ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അത് ആവശ്യപ്പെടാനായിട്ട് തീർച്ചയായിട്ടും ന്യായമുണ്ട്. ഇസ്രയേലിനോട് അന്ന് പറഞ്ഞെങ്കിൽ നമ്മളോട് ഇത് രണ്ടു വട്ടം പറയാനുള്ള അവകാശം ദൈവത്തിനുണ്ട്. കാരണം ഒട്ടും മാറ്റി വെക്കാതെ അല്ലെങ്കിൽ ഒട്ടും റിസർവ് ചെയ്യാതെ തന്റെ പുത്രനെ മുഴുവനായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹത്തെ പ്രകടിപ്പിച്ച കർത്താവിനോട് നമുക്ക് നമ്മൾ പ്രതികരണത്തിന്റെ ഭാഗമായി കാണിക്കേണ്ട സ്നേഹത്തിൽ ഒട്ടും കുറവ് കാണിക്കാൻ വാസ്തവത്തിൽ നമുക്ക് പാടില്ല. കാരണം ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു, നമുക്ക് ആ വാക്യത്തിന്റെ അർത്ഥമൊന്നും മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം, ലോകത്തിൽ നിന്നുള്ളത് എന്റെ പേര് വെക്കുക, നിങ്ങളുടെ പേര് വെക്കുക, അല്ലെ, പുത്രനെ തരുവാൻ തക്കവണ്ണം തിജോയ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അത്രമാത്രം എന്നുള്ളടത്ത് എന്തോരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയും വെക്കുക. അങ്ങനെ സ്നേഹിച്ച ദൈവം നമ്മളോട് ആവശ്യപ്പെടണം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? എന്നെയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. മാത്രമല്ല, ശിഷ്യത്വത്തിന്റെ പ്രമാണങ്ങൾ നോക്കിയാലും ഈ സ്നേഹത്തിന്റെ പ്രമാണമാണ് അവിടെ, അല്ലെ? ശിഷ്യത്വത്തിന്റെ പ്രമാണങ്ങൾ ശരിക്കും സ്നേഹത്തിന്റെ പ്രമാണങ്ങൾ അവിടെ പറഞ്ഞത് എല്ലാവരും, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, നിലങ്ങളെക്കാൾ, എല്ലാറ്റിനേക്കാൾ എന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കണ്ടെന്നല്ല, അവരോടുള്ള സ്നേഹത്തെക്കാൾ അധികം, അവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പം ദൈവത്തെ എന്തുമാത്രം സ്നേഹിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അത് അങ്ങനെ ആവശ്യപ്പെടാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ദൈവത്തിന് അവകാശമുണ്ട്. കാരണം ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ വായിക്കുന്ന വാക്കില്ല, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ദൈവത്തോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നതിനുള്ള വഴികൾ ദൈവത്തെ അനുസരിക്കുക, താഴേക്ക് പറഞ്ഞ കാലത്തിന് ബാധകമാണ്. ശരി, ഞാനതിൽ അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. നാലാമത്തെ കാര്യത്തിലേക്ക് പോവാം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും വേണം. ദൈവത്തെ സേവിക്കണം, സെർവ് ചെയ്യണം. ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കണം എന്നുള്ള കൽപ്പന അങ്ങനെ പൂർണ്ണ സമയം ദൈവത്തെ സ്നേഹിക്കണം, സേവിക്കണം എന്നൊന്നും കൂടെ പറയുന്നില്ല. ദൈവമക്കളോട് പൊതുവിൽ പറയുന്ന കാര്യമാണ് ദൈവത്തെ നമ്മൾ സേവിക്കണം, ദൈവത്തെ സെർവ് ചെയ്യണം, ദൈവത്തെ നമ്മൾ ശുശ്രൂഷിക്കണം. അവിടെയും ഈ വാക്കുകൾ, രണ്ട് വാക്കുകൾ ബാധകമാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതിൽ പാതി മനസ്സോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ, ഹോൾ ഹാർട്ടഡ്ലി തന്നെ ദൈവത്തെ സെർവ് ചെയ്യണം, ദൈവത്തെ നമ്മൾ സേവിക്കണം. എന്ന് പറഞ്ഞാൽ മനസ്സില്ല, മനസ്സോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? പല സേവനങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? നമ്മളിങ്ങനെ ഒരു ബാധ്യത, ഒരു കടപ്പാട് എന്നൊക്കെ നിലയിൽ ചെയ്യാറില്ല. അങ്ങനെയല്ല, അങ്ങനെ ചെയ്താൽ പോരെന്ന വാസ്തവത്തിൽ എന്താണ് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. എന്താണ്? അല്ലെ, വല്ലതിനും ആവശ്യമുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ സേവനം കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുറവ് വരും. നമ്മൾ രാവിലെ വെള്ളം കോരി കൊടുത്തില്ലെങ്കിൽ
ദൈവത്തിന് ആകപ്പാടെ വെള്ളത്തിന് വലിയ പ്രയാസമായി പോകും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ദൈവത്തിന്റെ പരിപാടി പരാജയപ്പെടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിന് എന്തെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ആശയമല്ല, മറിച്ച് ദൈവത്തെ സേവിക്കാൻ നമുക്ക് കിട്ടിയത് നമുക്കൊരു വലിയ പദവിയാണ്. നിങ്ങളൊക്കെ പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും അല്ലെങ്കിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിന്റെ ഒക്കെ ആ പേരെന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, അത് ഇന്ന സ്ഥലത്താ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലെ ജോലി എന്ന് പറഞ്ഞൊരു വലിയ പദവിയാണ്, ഒരു വലിയ ഒരു അഭിമാന വിഷയമാണ്. എന്ന് പറയും പോലെ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വലിയ പദവിയാണ്. ദൈവത്തിന് ആ സേവനം കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ചില സന്ദർഭങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർക്കുന്നു പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ സേവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സേവനം കുറഞ്ഞൊന്നും പോവില്ല. ദൈവം അതിനുള്ള കൃപയാണ്. ദൈവത്തിന് വേറെ വഴികൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം തന്റെ പരിപാടികളൊക്കെ നിറവേറ്റും. ഞാൻ സേവിക്കാത്തത് ദൈവത്തിന്റെ പദ്ധതികളും ഒന്നും പരാജയപ്പെടുകയില്ല. ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരില്ല. പക്ഷെ ദൈവത്തെ ഞാൻ സേവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാടിയിൽ എനിക്കും ഒരു പങ്ക് ദൈവം തന്നു, എനിക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അഭിമാനത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ നിലയിൽ ദൈവത്തെ സേവിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ചെയ്യണം. അതിന്റെ ഓപ്പോസിറ്റ് പറയുന്ന വാക്യം ബൈബിളാണ്, നമുക്കറിയാം. ഉദാസീനതയോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ വേണം വേണ്ടാക്കി മനസ്സില്ലാ മനസ്സോടെയൊന്നും ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്നാണ്. അത് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ ദൈവത്തെ സേവിക്കും. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒക്കെ എങ്ങനെ, നമ്മുടെ കേരളത്തിലെ സാഹചര്യമൊന്നും അല്ലല്ലോ, പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ എന്താണ് നമുക്കിങ്ങനെ മനസ്സിന് പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ചർച്ചിൽ പോകാൻ പോലും പറ്റുന്ന സാഹചര്യം ആവണമെന്നില്ല. പക്ഷെ ഇവിടെ ഈ പറയുന്ന കൽപ്പന അതൊന്നും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. എവിടെയുള്ള ഏത് മനുഷ്യർക്കും ദൈവത്തെ സേവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ദൈവത്തെ സേവിക്കണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ ദൈവത്തെ സേവിക്കുന്നത്? ഇപ്പൊ ദൈവത്തെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പരിപാടികളിൽ മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏത് കാര്യം ചെയ്താലും അത് ദൈവത്തോടുള്ള സേവയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ സഭയെ ശുശ്രൂഷിക്കുക, അപ്പൊ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സഭ, ആ സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ, അത് വേർഡ് മിനിസ്ട്രി മാത്രമൊന്നുമല്ല, അവിടെയുള്ള വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്കും നന്മയ്ക്കും വേണ്ടി ചെയ്യുന്നതെല്ലാം അത് ദൈവത്തിന്റെ സേവയാണ്. ഇപ്പൊ നിങ്ങൾ സാറിന് പറയില്ലേ, നമ്മുടെ ചർച്ചിന്റെ നന്മയ്ക്ക് വേണ്ടി ആ സഭാഹോള് വൃത്തിയാക്കുന്നതും ദൈവത്തിലുള്ള സേവ തന്നെയാണ്. ദൈവം മാനിക്കുന്ന, ദൈവം കാണുന്ന സേവ തന്നെയാണ്. ഇനി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നു. നമ്മളെയാണ് സുവിശേഷം പറയാൻ വെച്ചത്. ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് കുരിശിൽ മരിച്ച് ആർക്കും സാധിപ്പിക്കാൻ കഴിയാതിരുന്ന രക്ഷ സാധ്യമാക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമായിരുന്നെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ജീവിച്ചിരുന്ന് ആ സുവിശേഷ സന്ദേശം ലോകത്തിൽ അറിയിക്കുവാൻ തന്നെ കൊണ്ട് കഴിയുമായിരുന്നു. ഇനി അത് വേണ്ട, നമുക്കറിയാം പഴയ നിയമത്തിലെ ദൂതന്മാരെ കൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 1,85,000 ആളുകളെ, അശൂർ പാളയത്തിൽ 1,85,000 ആളുകളെ കൊന്നു. നമുക്കൊരു സംഭവം എക്സാമ്പിൾ എടുക്കാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിന്റെ ഈ രക്ഷയുടെ സന്ദേശം മനുഷ്യരെ ഒഴിവാക്കി ദൈവദൂതന്മാരെ കൊണ്ട് ലോകത്തിൽ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ പ്രസംഗിക്കാമായിരുന്നു. ദൈവത്തിന് അസാധ്യമായ കാര്യമൊന്നുമല്ല. പക്ഷെ അതൊന്നും ദൈവം ചെയ്തില്ല. മറിച്ച് ആ പരിപാടി ഏതാണ്, ഒന്നുമില്ലാത്ത, ഏതുമില്ലാത്ത, കഴിവില്ലാത്ത പാവപ്പെട്ട നമ്മളെയാണ്, പാപികളും ദൈവത്തോട് അകന്നവരൊക്കെ ആയിരുന്നു നമ്മളെ തന്നെ ആരേൽപ്പിച്ചു, ദൈവം ഏൽപ്പിച്ചു. അപ്പൊ സുവിശേഷം പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറയുന്നത് ദൈവസേവയാണ്. അത് മുഴുവൻ സമയം ചെയ്യാൻ വിളിക്കപ്പെട്ടവർ അങ്ങനെ ചെയ്തോട്ടെ, അല്ല നിങ്ങളെ പോലെ വളരെ തിരക്കും ബന്ധപ്പാടുള്ള ജീവിതം നയിക്കുന്ന നിങ്ങളോടും ദൈവം ആവശ്യപ്പെടുന്ന കാര്യം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സുവിശേഷം പറയണം. സുവിശേഷം പറയുക എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു വേല തന്നെയാണ്. അത് ഏത് ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് തിരക്കുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് തന്നെയാണ് ദൈവത്തെ പറഞ്ഞത്. എനിക്ക് വായിക്കുന്നില്ല. വീണ്ടും മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മളൊക്കെ ബൈബിളിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിയ മനുഷ്യരാണ് അല്ലെ. സുവിശേഷം പറയൽ മാത്രമല്ലല്ലോ ദൈവം നമ്മളെ ഏൽപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ മഹാനിയോഗം അല്ലെങ്കിൽ അന്ത്യനിയോഗം എന്ന് പറയുന്നത് സുവിശേഷം പറയാനല്ല. സുവിശേഷം പറയൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ശിഷ്യരാക്കാനാണ്. സകല ജാതികളെ ശിഷ്യരാക്കുവിൻ എന്നുള്ളത് ആരോട് പറഞ്ഞ കൽപ്പനയാണ്? അന്ന് കർത്താവ് അന്നത്തെ ശിഷ്യന്മാരോട്. ഇന്ന് ആ കൽപ്പന ആർക്കാ ബാധകം? ഇന്ന് ശിഷ്യന്മാരായ നമ്മൾക്ക് ബാധകമാണ്. ശിഷ്യന്മാരാകാൻ കൽപ്പന ഇല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. വേണമെങ്കിൽ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശിഷ്യരാകുവിൻ എന്നുള്ളത് നമുക്കങ്ങനെ ഉരുത്തിരിച്ചെടുക്കാം. എന്നാൽ ശിഷ്യരാക്കുവിൻ എന്നുള്ളത് നേരിട്ടുള്ള കൽപ്പനയാണ്. അപ്പൊ ദൈവം ഈ ലോകത്ത് എവിടെയായിരുന്നാലും ഒരു ശിഷ്യന് ക്രിസ്തീയ ശിഷ്യന്മാരെ ഉണ്ടാക്കണം എന്നുള്ളത്
ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അതും അല്ലെ. ഇപ്പൊ നിങ്ങൾ വ്യത്യസ്ത സാഹചര്യമാണ്, പക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ. മാത്രമല്ല, ശിഷ്യന്മാരെ ഉണ്ടാക്കുക, അല്ലെ, സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ബാധകമായിരിക്കുന്ന കൽപ്പനയാകൊണ്ട് ആ ശിഷ്യത്വം, ചില മനുഷ്യരൊക്കെ ഡിസൈപ്പിൾ ചെയ്യുക, അവരെ വചനം പഠിപ്പിക്കുക, അവരെ ആത്മീയ ഉന്നതയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക, സമയം മാറ്റിവെക്കുക, പുറകെ നടക്കുക, ഇതൊക്കെ ദൈവസേവയാണ്. അപ്പൊ പല നിലകളിൽ ദൈവത്തെ സേവിക്കണമെന്ന് ദൈവം നമ്മെന്നും ആവശ്യപ്പെടുന്നു. അവസാനമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും, കമാൻഡ്മെന്റ്സ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഡിക്രീസ്, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മൾ പ്രമാണിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആ വാക്യം പൂർണ്ണമായിട്ട് ഇങ്ങനെയാണ്: നിന്റെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ല. സാധാരണ ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് ഫീലിംഗ് വരും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും ഹനിക്കുന്ന തടസ്സങ്ങൾ എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്ന വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ കൽപ്പനകളൊന്നും നമ്മളെ തടയാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഹെൽമറ്റ് വെച്ച് ഇരുചക്ര വാഹനം ഓടിക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ എവിടെയും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. നമുക്കത്ര നല്ല ചൂടൊക്കെ ഉള്ള സമയത്തേക്കും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഇറുകിയിരിക്കുന്ന ഇഷ്ടമുള്ള കാര്യമില്ല. അല്ലെങ്കിൽ ഈ കേരളത്തിലൊക്കെ വലിയ ചൂടുള്ള സമയത്തൊക്കെ തലയിൽ ഹെൽമെറ്റ് കൊള്ളുന്ന ചൂടാണ്. അതൊക്കെ നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. പക്ഷെ ആ നിയമത്തിന്റെ പുറകിലെ ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിന് കാശ് പിരിക്കുക എന്നുള്ളതല്ലോ. ഇടയ്ക്ക് കൈ കാണിച്ച് അല്ലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അപ്പുറത്ത് പോലീസ് ഉണ്ട് കേട്ടോ, ഹെൽമെറ്റ് വെച്ച് പോകണം. പോലീസ് പിടിക്കാതിരിക്കാനാണോ ഹെൽമെറ്റ് വെക്കേണ്ടത്? ഹെൽമെറ്റ് വെക്കണം എന്നുള്ള നിയമം വെച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം പല അപകടങ്ങളിലും മാരകമായിരിക്കുന്ന മുറിവുകൾ, ഈ മരണകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമുക്കറിയാം, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിയമങ്ങൾ, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളെ കുറിച്ചും ഈ വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മയ്ക്കായി. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ നിയമങ്ങളും ഒരിക്കലും നമ്മുടെ ദോഷത്തിന് വേണ്ടിയല്ല. അത് പ്രമാണിക്കുന്ന മനുഷ്യർക്ക് നന്മയുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കൽപ്പന. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ. ചിലപ്പോൾ ചില കൽപ്പനകളുടെയൊക്കെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകണമെന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ആ കൽപ്പനയും ഞാൻ അനുസരിക്കുമ്പോൾ എനിക്ക് നന്മയുണ്ടാകും. കാരണം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കൽപ്പന, അല്ലെങ്കിൽ ആ പ്രമാണം. നമുക്കറിയുന്നു, ഇന്നിപ്പം ലോകത്തിൽ ഒരുപാട് ഫിലോസഫികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കാം. ഇത്ര വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളിടത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാവോ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. നമ്മൾ ഹ്യൂമനിസവും ഇതൊക്കെ നമ്മൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്ക് ചിലപ്പം ബൈബിളിലെ ചില കൽപ്പനകളൊക്കെ ഇന്ന് കാലഹരണപ്പെട്ടതായിട്ടും ഓടായിട്ടും തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന കൽപ്പനകളാണ്. കാലം മാറിയാലും ദേശം മാറിയാലും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നുമില്ലാതെ ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയുള്ളതാകിയാൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ചിലതെല്ലാം അങ്ങനെ എന്നാണ് ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല, ചില നിയമങ്ങളാണ് അല്ലെങ്കിൽ പ്രമാണങ്ങളാണ്, അല്ലെ, പ്രിൻസിപ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ശാബത്ത് എന്ന് പറയുന്നത് നിയമമായിരുന്നു. നിയമത്തിൽ അങ്ങനെ നിയമമല്ലല്ലോ, പക്ഷെ പ്രമാണം മാറ്റിയിട്ടില്ല കേട്ടോ, അല്ലെ. മനുഷ്യന് വിശ്രമം ആവശ്യമാണ്, മനുഷ്യർ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കണം എന്നിത്യാദി കാര്യങ്ങൾ. അതായിരുന്നല്ലോ നിർബന്ധപൂർവം ശാബത്ത് അനുഷ്ഠിപ്പിച്ചതിന്റെ പുറകിലെ കാര്യം എന്ന് പറയുന്നത്. ആ പ്രമാണം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, മാത്രമല്ല ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം മാറ്റി വെക്കണം. മുഴുവൻ ശാബത്തിനെ കുറിച്ചുള്ള കൽപ്പന എങ്ങനെയാണ്? 6 ദിവസം കൊണ്ട് നിന്റെ വേല എല്ലാം ചെയ്യുക, 7-ാം ദിവസം സെപ്പറേറ്റ് ചെയ്യണം, സെറ്റപ്പാർട്ട് ചെയ്യണം. അത് ദൈവത്തിന്റെ ദിവസമാണ്. നമ്മൾ കാത്തലിക്സ് ഒക്കെ 10 കൽപ്പന ഇങ്ങനെയാണ്, കർത്താവിന്റെ ദിവസം വിശുദ്ധമായി ആചരിക്കണം. അതിന്റെ ഒരു പുതിയ നിയമകാലത്ത് വേഷം പോലെ എവിടെ വരുന്നു, മറ്റേ ശാബത്ത് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് കർത്താവിന്റെ ദിവസം, ലോർഡ്സ് ഡേ എന്ന് പറയുന്നു, അല്ലെ. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കണം. ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, അതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കണം. ആ പ്രമാണത്തിന് മാറ്റം പറ്റുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ചിലത് പ്രമാണങ്ങളാണ്, കൽപ്പനയൊന്നുമില്ല. ഇപ്പൊ കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൽപ്പനയുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവിന് കൊടുക്കണം എന്നുള്ളത് പ്രമാണമായിട്ട്, ഒരു വിധയുടെ പ്രമാണം പറയുന്നത്, അല്ലെ, ധാരാളമായി അല്ലെ, പ്രമാണം ഉണ്ടാവും. അപ്പൊ പഴയ നിയമത്തിൽ അങ്ങനെ ദശാംശം കൊടുക്കണം, അത് നിയമമായിരുന്നു. നിയമത്തിൽ എന്തില്ല? നിയമമില്ല, പക്ഷെ പ്രിൻസിപ്പിൾ മാറ്റിയിട്ടൊന്നുമില്ല, പ്രമാണം മാറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്, ദൈവത്തിന്റെ നിയമങ്ങളുണ്ട്. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത് പ്രമാണിച്ച് നടക്കണം എന്നുള്ളതല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളോട്
ചോദിക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കണം, ഇതല്ലാതെ പിന്നെ എന്താണ് ഞാൻ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതാണ് നിങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കുന്നത്, വേറൊന്നും വേണ്ട, നിങ്ങളിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കാനും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടണം. രണ്ട്, ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. മൂന്ന്, ദൈവത്തെ സ്നേഹിക്കണം. നാല്, ദൈവത്തെ സേവിക്കണം. അഞ്ച്, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും.